നിങ്ങളുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക, നിയന്ത്രണ വിധേയമാക്കുക, ദീർഘകാലം ജീവിക്കുക. ലോക രക്തസമ്മർദ്ദ ദിനമായ ഇന്ന് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ലീഗ് നൽകുന്ന സന്ദേശമാണ്. ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ദീർഘകാലം ജീവിക്കുക എന്നതാണല്ലോ നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ രക്തസമ്മർദ്ദം പലപ്പോഴും ഇതിനൊരു വില്ലനാകാറുണ്ട്. ഈ വില്ലനെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ തിരക്കഥയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം? രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട നമ്മുടെയൊക്കെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് കണ്ണൂർ ആശ്രമിംസ് ആശുപത്രിയിലെ 5 ഹൃദ്രോഗ വിദഗ്ധരാണ്. ഡോക്ടർ, സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾക്കൊക്കെ അഭിനന്ദനം. കാരണം ഈ മുഷ്ടി വലുപ്പത്തിലുള്ള ഈ ഹൃദയത്തിന്റെ ആരോഗ്യം നിങ്ങളുടെ കൈക്കുമ്പിളിൽ വെച്ചാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ, എല്ലാ വർഷവും നമ്മൾ ഈ ലോക രക്തസമ്മർദ്ദ ദിനം ആചരിക്കാറുണ്ട്. ഓരോ വർഷവും ഓരോ സന്ദേശവും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇതൊരു അവബോധം സൃഷ്ടിക്കാനാണല്ലോ. ഓരോ സാധാരണക്കാരനിലേക്ക് വരെ എത്തേണ്ട ഒരു സന്ദേശം എന്താണ്? അതായത് നമ്മൾ എല്ലാ വർഷവും മെയ് 17-ാം തീയതി വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആണ് നമ്മൾ ആചരിക്കുകയാണ്. അതായത് ബേസിക്കലി പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു അവയർനെസ്, അതായത് ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്, നമ്മളതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അങ്ങനെ നമ്മൾക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം ചികിത്സിച്ചത് കൺട്രോളിലെത്തണം. കാരണം നമുക്കറിയാം, പ്രഷർ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടും സ്റ്റഡി ആയിട്ടും നമ്മളെ ആരോഗ്യത്തിന് തകിടം മറിക്കുന്ന ഒരവസ്ഥയാണ്. പലപ്പോഴും ഹൈ പ്രഷർ എന്ന് പറയുന്ന ഒരു അസുഖമല്ല, അതൊരു കണ്ടീഷനാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും പലരും വളരെ ലേറ്റായ സ്റ്റേജിലാണ് പ്രഷർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ജനങ്ങളിലൊരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ എന്ന് പറയുന്ന ഒരു ദിവസം തന്നെ ഈ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ലീഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇക്കൊല്ലം നമ്മളുടെ അത് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കറക്റ്റായിട്ട് നമ്മൾ മെഷർ ദ BP അക്യുറേറ്റ്ലി, കൃത്യമായിട്ട് അത് മെഷർ ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക. കൂടുതലാണെങ്കിൽ അത് കൺട്രോളിൽ നിർത്തുക. അങ്ങനെ ഇതിൽ കൺട്രോളിൽ നിൽക്കുമ്പം നമ്മുടെ ആയുസ് നമുക്ക് നീട്ടാൻ സാധിക്കും. അതാണ് ഇക്കൊല്ലത്തെ നമ്മുടെ തീം. നമ്മൾ ആ സന്ദേശത്തിൽ ഡോക്ടർ ഉമേഷൻ, നമ്മൾ ആ സന്ദേശത്തിൽ നിന്ന് ആദ്യ ഭാഗം എടുക്കുക. ഓരോ വ്യക്തിയും അവരുടെ രക്തസമ്മർദ്ദം കൃത്യമായി അളക്കുക. അപ്പോൾ ഈ അളക്കുക എന്ന് പറയുന്നത് അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. എപ്പോൾ, എങ്ങനെ, അതുപോലെ തന്നെ ഈ അളക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഒരു മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടത്? നമ്മുടെ പ്ലാസിഡ് സെബാസ്റ്റ്യൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കൃത്യമായിട്ട് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എടുത്ത് പോയിട്ട് അളന്നു കഴിഞ്ഞാലേ നമ്മുടെ പ്രഷറിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ ആരും അതിന് മെനക്കെടാറില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ എടുത്ത്, അത് ഡോക്ടറാവാം, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സെൻറ്ററിലെ പാരാമെഡിക്കൽ സ്റ്റാഫ് ആവാം, അവിടെ ചെന്ന് നമ്മുടെ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുക. നമ്മുടെ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതിന് മുകളിലൊരു വാല്യൂ ഉണ്ട്, താഴെ ഒരു വാല്യൂ ഉണ്ട്. മുകളിലെ വാല്യൂണ് നമ്മൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയും, താഴത്തെ വാല്യൂന് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും പ്രധാനമുള്ളതാണ്. നോർമലായിട്ട് 120/70 ആണ് നോർമലായിട്ടുള്ള ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ 140-നും മുകളിലത്തെ ബ്ലഡ് പ്രഷർ 140-നും താഴത്തേത് 90-നും മേലെ വരുമ്പോഴാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് മെഷർ ചെയ്യണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഹൈപ്പർ ടെൻഷന് പ്രത്യേകമായിട്ട് ഒരു ലക്ഷണം ഉണ്ടായിന്ന് വരില്ല. പലപ്പോഴും ഹൈപ്പർ ടെൻഷൻ ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് എ സൈലൻറ്റ് കില്ലർ എന്നാണ് പറയുന്നത്. ഇതൊരു സൈലൻറ്റ് കില്ലറാണ്. നമ്മളത് കൃത്യമായിട്ട് മെഷർ ചെയ്താലേ നമുക്കറിയുള്ളൂ. ഇത് നമ്മൾക്ക് ഒരു ഡോക്ടറെ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും അസുഖത്തിന് പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് നമ്മുടെ പ്രഷർ കൂടുതലായിട്ട് അറിയുന്നത്. പക്ഷേ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ അറിയുന്ന പോലെ, നമ്മുടെ വയസ്സ് എത്രയാണെന്ന് ഒരാൾ ചോദിക്കുന്നത് പോലെ, നമ്മളൊരാൾ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നമ്പർ അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പോയി മെഷർ ചെയ്താൽ മാത്രമേ ഇത് അറിയാൻ പറ്റുകയുള്ളൂ. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഡോക്ടർ വിനു, ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ തന്നെ ഈ BP അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ഈ BP എന്ന് പറയും, പ്രഷർ എന്ന് പറയും, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും, രക്തസമ്മർദ്ദം എന്ന് പറയും. പക്ഷെ കൃത്യമായി ഇതെന്താണെന്ന് പലർക്കും അറിയില്ല. പക്ഷേ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ആദ്യമേ വൈറ്റൽസ് ചെക്ക് ചെയ്യും. അപ്പോൾ വൈറ്റൽസ് ചെക്ക് ചെയ്യുമ്പോൾ BPയും അതിൽ നോക്കും. എത്രത്തോളം പ്രാധാന്യമുണ്ട് അതെന്ന് മനസ്സിലാകും. അതുപോലെ തന്നെ ഏറ്റവും അധികം ആൾക്കാർ മരിക്കുന്നത് ഹൃദ്രോഗങ്ങൾ മൂലമാണ്. അതിൻ്റെ പിന്നിലെ ഒരു ഘടകവും രക്തസമ്മർദ്ദമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ കണ്ടീഷൻ? ഹൈപ്പർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ രക്തക്കുഴലുകളിൽ കൂടിയാണ് നമ്മൾ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ ബ്ലഡ് പോകുന്നത്.
അപ്പോൾ ഈ ഒരു പ്രഷർ വേവ് ഫോം ചെയ്യുന്നുണ്ട്, ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ സമ്മർദ്ദം ശരിക്കും വരുന്നത് ഹാർട്ടിൻ്റെ മുകളിലാണ്. അപ്പോൾ കുറച്ച് സമ്മർദ്ദം വരുമ്പോൾ ഹാർട്ട് അതിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ട് കൂടുതൽ ഫോഴ്സ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അത് കൂടുമ്പോൾ ആ ഒരു അവസ്ഥ ഒരു നോർമൽ എല്ലാവർക്കുമുള്ള ഒരു രക്തസമ്മർദ്ദമുണ്ട്. അതിലധികമായിട്ട് വരുമ്പോൾ ഇപ്പം പഠനങ്ങളിൽ തെളിയിച്ചിരിക്കുന്ന ഒരു കട്ട് ഓഫ് വാല്യൂ ഉണ്ട്. അതിൽ കൂടുതലായിട്ട് വരുമ്പോഴാണ് അതിന് ഹൈപ്പർ ടെൻഷൻ എന്നുള്ള ഒരു ഡെഫിനിഷനിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ അധ്വാനം കൂടുന്നു. അപ്പോൾ ഹാർട്ടിൻ്റെ അധ്വാനം കൂടുമ്പോൾ നാച്ചുറലി ഹാർട്ടിന് കുറച്ച് കഴിയുമ്പോൾ ഹാർട്ടിന് ക്ഷീണം വരാം, അല്ലെങ്കിൽ ഹാർട്ടിന് അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ മറ്റുള്ള അവയവങ്ങൾക്കുള്ള രക്തഓട്ടം കൃത്യമായ രീതിയിൽ കിട്ടാതെ വരാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സ്ട്രോക്ക്, അതുപോലെ കിഡ്നി ഫെയിലിയർ, അതുപോലെ ഹൃദയാഘാതം. ഹൃദയം പമ്പ് ചെയ്യുന്ന അവയവമാണെങ്കിലും ഹൃദയത്തിനുള്ള രക്തം കിട്ടുന്നത് സാധാരണ മറ്റുള്ള അവയവങ്ങൾക്ക് കിട്ടുന്ന പോലെ തന്നെ സെപ്പറേറ്റ് രക്തക്കൊഴൽ കൂടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഇതേ പ്രശ്നങ്ങളുണ്ടായിട്ട് ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൃദയത്തിൻ്റെ മേലെ അതിന് സമ്മർദ്ദം വരുന്നത് പോലെ തന്നെ രക്തക്കൊഴലുകളിലും അതിന് സമ്മർദ്ദം ഉണ്ടാക്കുന്നു. ഒരു സാധാരണ നമുക്ക് ഒരു അറിവിന് വേണ്ടിയിട്ട് നമ്മളൊരു ടയറിൽ എയർ അടിച്ച് കയറ്റുന്നത് പോലെ നമ്മൾ പ്രഷർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ രക്തക്കൊഴലും വികസിക്കും. അതിനനുസരിച്ച് രക്തക്കൊഴലുകളിൽ പോറലേൽപ്പിച്ച് അവിടെ കൊഴുപ്പടിഞ്ഞ് രക്തക്കൊഴൽ അടഞ്ഞു പോകാം. മാത്രമല്ല രക്തക്കൊഴൽ പൊട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും തലച്ചോറിലൊക്കെ ഇതുണ്ടായിട്ട്, അതാണ് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൃദയത്തിനും സമ്മർദ്ദം ഉണ്ടാവും, രക്തക്കൊഴലുകളിലെ സമ്മർദ്ദം ഉണ്ടാവും. അത് നമ്മൾ പലപ്പോഴും അത് അറിയുന്നത് നമ്മൾക്കൊരു സ്ട്രോക്ക് വന്നു അല്ലെങ്കിൽ രക്തം തലച്ചോറിലൊക്കെ രക്തധമനി പൊട്ടിയുമ്പോഴും നമ്മൾ അറിയുന്നുണ്ടാവുള്ളൂ നമ്മുടെ ഇത്രയും നാൾ നമ്മുടെ പ്രഷർ കൂടുതലായിരുന്നു, നമ്മളത് ചെക്ക് ചെയ്തില്ലായിരുന്നു എന്നുള്ള ആ ഒരു ബോധം നമുക്ക് അപ്പോഴേ നമ്മൾ അറിയാൻ പറ്റുന്നുണ്ടാവും. അതെ, ഡോക്ടർ പറഞ്ഞ എക്സാമ്പിൾ കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ ടയറിൽ കാറ്റടിക്കുമ്പോൾ ആ സമ്മർദ്ദം കൂടുമ്പോൾ ടയർ പൊട്ടുന്നത് പോലെ തന്നെ രക്തക്കുഴലുകളും പൊട്ടുന്നു. പക്ഷെ പലപ്പോഴും നമുക്ക് മുൻപേ അതിൻ്റെ സിംറ്റംസ് ഗ്രഹിക്കാൻ പറ്റില്ല. ഡോക്ടർ അബ്ദുൽ നവാഫ്, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 വയസ്സിന് മുകളിലൊക്കെ ആയിരുന്നു ഈ BP എന്ന് പറയുന്നത് കണ്ടുപിടിച്ചിരുന്നത്, അല്ലെങ്കിൽ BP ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിൽ താഴെയുള്ളവർക്ക് പോലും പലർക്കും ഈ BP ഉള്ളതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ പലരോടും ഒരു ഉപദേശ രൂപേണ പലരും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കാരണവശാലും മരുന്ന് സ്റ്റാർട്ട് ചെയ്യരുത് എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു മെഡിക്കേഷൻ എന്താണ്, ഇതിന് മരുന്ന് തുടങ്ങിയാൽ നമുക്ക് നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് എത്രത്തോളം സത്യമാണ്? മരുന്ന് തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇതിൽ നമ്മളിപ്പോൾ BP ഒരാൾക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾക്ക് ജീവിതശൈലി, നമ്മളുടെ എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അവർ വെയിറ്റ് റിഡക്ഷൻ ചെയ്യുക. ഓൾമോസ്റ്റ് 60% ഓഫ് ദി ജനങ്ങളിൽ 60% ഓഫ് ദി പോപ്പുലേഷൻ BP ഉള്ള ആൾക്കാർക്ക് 60% ആൾക്കാരും ഓവർ വെയിറ്റ് ആണ്. അപ്പോൾ അവരൊരു 10% അല്ലെങ്കിൽ 5% അവർ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അവർ BP ഓൾമോസ്റ്റ് 10 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി വരെ കുറയാനുള്ള സാധ്യതയാണ്. ആദ്യം ജീവിതശൈലി, ഭക്ഷണം കൺട്രോൾ ചെയ്യുക, വെയിറ്റ് റിഡക്ഷൻ ചെയ്യുക. അതൊക്കെ ചെയ്തിട്ടും BP പിന്നെയും കൂടുതലാണെങ്കിൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ ഉള്ള ആൾക്കാർ, ഇപ്പം ഹാർട്ടിന് അസുഖമുള്ള ആൾക്കാർ, കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വെരി ഹൈ BP ഉള്ള ആൾക്കാർക്ക് നമ്മൾ നേരത്തെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ ഓർഗൻ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരിക. വൺസ് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ BP നല്ലപോലെ കൺട്രോൾ ചെയ്തു, നമ്മളെ ജീവിതശൈലിയൊക്കെ ചേഞ്ച് ചെയ്തു, ക്രമങ്ങളൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ, BP ഒന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ മെഡിസിൻസ് ടേപ്പർ ചെയ്യാൻ പറ്റും, കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യണം BP കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളത്. അതനുസരിച്ച് നമുക്ക് ടാബ്ലറ്റ്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ റെയറാണ്. നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഡോക്ടർ പ്ലാസിഡ്, പലപ്പോഴും ഈ ആൾക്കാർ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ടാബ്ലറ്റിന്റെ ആ കൗണ്ട് അല്ലെങ്കിൽ ആ വ്യാപ്തി നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും എന്ന് പറയും. പക്ഷേ ചില ആൾക്കാർ പറയുന്നത് നമ്മൾ ഈ കണ്ണട വെച്ചിട്ട് പവർ കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്നത് പോലെ ഇതും കൂട്ടിക്കൊണ്ടല്ലാതെ കുറയുന്ന ഒരു ലക്ഷണം കാണുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർ ഈ മെഡിസിൻ എടുത്തെന്ന് പറഞ്ഞാലും ഈ പ്രഷർ കൺട്രോളിലാവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും മറ്റ് ചികിത്സാ രീതി ഉണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഈ ബ്ലഡ് പ്രഷർ ഡോക്ടർ നവാഫ് പറഞ്ഞ പോലെ ഈ ബ്ലഡ് പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഒരു ചികിത്സയുടെ ഒരു ഭാഗം മാത്രമാണ്. അതിൻ്റെ അകത്ത് അമിതവണ്ണം കുറയ്ക്കുക, പിന്നീടനുബന്ധിച്ചുള്ള വ്യായാമം ചെയ്യുക, ജീവിതശൈലി, മെഡിറ്റേഷൻ, സ്ട്രെസ്സ് കുറയ്ക്കുക, ഇങ്ങനെയുള്ള പല ഘടകങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് എല്ലാം നമ്മൾ ഒരേപോലെ കൺട്രോൾ ചെയ്ത് വളരെ സ്ട്രിക്റ്റായിട്ട് ഭക്ഷണ രീതി, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ വളരെയധികം നമുക്ക് BP കൺട്രോളിലേക്ക് വരാൻ സാധിക്കും. അതായത് ഇപ്പം നമ്മളൊരു 180-90 BP ഉള്ളവർക്ക് ചിലപ്പോൾ 2 മരുന്നൊക്കെ ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അത് കുറച്ച് നമുക്ക് ഒന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും.
പിന്നെ അത് കുറച്ച് വളരെ മിനിമം ഡോസിലേക്ക് എത്തിയാം. പിന്നെ ഈ പറയുന്ന പോലെ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ജീവിത രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ബി പി നോർമലാണെങ്കിൽ നമുക്ക് നിർത്തുകയും ചെയ്യാം. പിന്നെ ചില ആൾക്കാർക്ക് സാഹചര്യങ്ങളുണ്ട് ബി പി കൂടാം, അതായത് ഭയങ്കര സ്ട്രെസ്സ്, ഉറക്കക്കുറവ്, അങ്ങനെയുള്ളവർ ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറുമ്പോഴും അവരുടെ ബി പി കൂടാനുള്ള സാഹചര്യം കുറയും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ബി പി കുറയ്ക്കാം. അപ്പം എപ്പോഴും ഒരിക്കൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്താൽ, അങ്ങനെ പല രോഗികളും വിമുഖത കാണിക്കാറുണ്ട്, അതായത് ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്താൽ അതിന് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരില്ലേ, അത് തെറ്റായ ധാരണയാണ്. അപ്പം അവരുടെ ഒരു വളരെ നല്ലൊരു കോപ്പറേഷൻ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ പിന്നെ ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ബി പിയുടെ മെഡിസിൻസ് ഒരു പരിധിവരെ ഒഴിവാക്കാം. ചിലപ്പോൾ 3-4 മരുന്ന് കഴിച്ചിട്ടും ബി പി കുറയാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ രീതിയിലുള്ള ആൻജിയോപ്ലാസ്റ്റി രീതിയിലുള്ള റീനൽ ഡീനർവേഷൻ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ രീതികൾ ഇപ്പം പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ റീനൽ ഡീനർവേഷൻ തെറാപ്പി കൊണ്ട് നമുക്ക് ഈ ചില രോഗികളുടെയൊക്കെ ബി പി 4-5 മെഡിസിൻ കഴിക്കുമ്പോഴേ കൺട്രോൾ വരുള്ളൂ. ഈ പുതിയ ചികിത്സാ രീതി ഉപയോഗിച്ച് നമുക്കതിൻ്റെ അളവ് താരതമ്യേന കുറയ്ക്കാൻ പറ്റും. ഇത് പുതിയൊരു ഡെവലപ്മെൻ്റ് ആണ്, ഒരു പുതിയ ചികിത്സാ രീതിയാണല്ലോ. അപ്പോൾ തന്നെ ആൾക്കാർക്ക് ചില ആശങ്കകളും വരും. എന്തൊക്കെയായിരിക്കാം ഇതിന്റെ പാർശ്വഫലങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന് മരുന്നിനെ അപേക്ഷിച്ചുള്ള ഗുണങ്ങൾ, ഇതിന് വീണ്ടും ആവർത്തിക്കേണ്ടി വരുമോ? അപ്പോൾ ഈ RDN എന്ന് പറയുന്ന ചികിത്സാ രീതിയുടെ അതിന്റെ ഗുണവും പാർശ്വഫലങ്ങൾ ഉണ്ടെങ്കിൽ അതും എന്താണ്? അതായത് റിലേറ്റീവ്ലി സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഈ റീനൽ ഡീനർവേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. പാർശ്വഫലങ്ങൾ താരതമ്യേന കുറവാണ് അതിന്. പിന്നെ അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം അതിൻ്റെ കോസ്റ്റാണ്. ഇത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ചികിത്സാ രീതി ആയതുകൊണ്ട് അത് ലക്ഷങ്ങൾ ചിലവ് വരും അതിൻ്റെ ചികിത്സാ രീതിയിൽ. അപ്പം അത് പലർക്കും അപ്രാപ്യമായിരിക്കും. കാരണം സാധാരണ ഒരാൾക്കാർക്ക് ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഇത് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ചികിത്സ എടുക്കാൻ സാധിക്കും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വൈകല്യം. ഡോക്ടർ ഉമേഷ്, അതുപോലെ തന്നെ നമ്മൾ ഈ രക്തസമ്മർദ്ദത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഹൈ BP എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ രക്തസമ്മർദ്ദം താഴുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് എത്രത്തോളം അപകടകരമാണ്? രക്തസമ്മർദ്ദം കുറയുന്ന കാര്യത്തിൽ നമുക്കൊരു വാല്യൂ വെച്ച് പറയാൻ പറ്റില്ല. നമ്മുടെ ശരിയായ രക്തസമ്മർദ്ദം എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ചിലരുടെ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ 170 അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുകയുള്ളൂ. സാധാരണയായിട്ട് ബ്ലഡ് പ്രഷർ പെട്ടെന്ന് കുറഞ്ഞു പോകുമ്പോഴാണ് അവർക്ക് അതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ചിട്ട് നമ്മുടെ BP ഒരു 120-70 പ്രത്യേകിച്ച് ഈ സമ്മറായിട്ടുള്ള സമയത്ത് നമ്മൾ തീരെ വെള്ളം കുടിച്ചില്ല, നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയി, അല്ലെങ്കിൽ നമുക്ക് ഡയറിയ പോലെ എന്തെങ്കിലും ഉണ്ടായി, നമ്മുടെ പ്രഷർ വല്ലാതെ പെട്ടെന്ന് കുറഞ്ഞു പോയി, ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. തലകറക്കം അനുഭവപ്പെട്ടേക്കാം, നമുക്ക് ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. പിന്നെ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ വരുമ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയങ്ങളിലേക്ക് നമ്മുടെ പ്രഷർ കുറഞ്ഞ് അതിന് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്, അടുത്ത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്, ഇതിന് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും. അത് നമുക്ക് അതും ഒരു മെഡിക്കൽ എമർജൻസി ആണ്. പെട്ടെന്ന് ബ്ലഡ് പ്രഷർ കുറയുക. അതിന് നമുക്ക് മെഡിക്കൽ ബ്ലഡ് പ്രഷർ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ മെഡിസിൻ്റെ ഡോസേജ് കുറയ്ക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അതിൻ്റെ 1-2 ദിവസത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നേക്കാം. അത് എപ്പോഴും ഒരു ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഈ അവസരത്തിൽ ഒന്നുകൂടി ഞാൻ പറയാൻ, പ്ലാസിഡ് നന്നായിട്ട് സൂചിപ്പിച്ചു. ഒരു സാധാരണ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നേരത്തെ പ്ലാസിഡ് സൂചിപ്പിച്ചതുപോലെ ഈ സൈഡ് ഇഫക്ട്സിനെ പറ്റിയിട്ട്. ഏത് പേഷ്യൻറ്റും ഏത് രോഗിയും വന്നിട്ട് നമ്മളൊരു മരുന്ന് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത് അവരുടെ കൺസേൺ. പ്രത്യേകിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഡോക്ടേഴ്സ് എന്ന നിലയിൽ ഞങ്ങൾക്ക് സൈഡ് ഇഫക്ട്സാണ് ഞങ്ങൾ കൂടുതൽ എപ്പോഴും കൺസേൺ ആയിരിക്കുന്നത്. ഒരു മെഡിസിൻ ഒരു മരുന്ന് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിനുള്ള സൈഡ് ഇഫക്ട്സിനെ പറ്റിയാണ് നമ്മൾ നമ്മൾക്ക് തന്നെ അറിയുന്നത്. നമ്മളൊരിക്കലും സൈഡ് ഇഫക്ട്സ് ഉണ്ടാകുന്ന ഒരു മെഡിസിൻ ഒരിക്കലും പ്രിസ്ക്രൈബ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ആൾക്കാർ എപ്പോഴും ധരിക്കുന്നത് ഇതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും, അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. സൈഡ് ഇഫക്ട്സ് ഉണ്ടാകും, നമുക്കറിയാം സൈഡ് ഇഫക്ട്സ് ഉണ്ടാകുന്ന മരുന്നുകളുണ്ട്. പക്ഷേ അതിൻ്റെ ഇഫക്ട്സും അതിൻ്റെ ബാഡ് ഇഫക്ട്സും തമ്മിലുള്ള അതിന് നമ്മൾ കണക്കിലെടുക്കണം. നമ്മളത് ചെയ്യാതിരുന്നാൽ, ഹൈപ്പർ ടെൻഷൻ സൈഡ് ഇഫക്ട്സ് വരുമോ എന്ന രീതിയിൽ ഹൈപ്പർ ടെൻഷൻ കഴിക്കാതിരുന്നാലാണ് കിഡ്നിക്ക് ബാധിക്കുന്നത്, അല്ലാതെ മരുന്ന് കഴിച്ചത് കൊണ്ടല്ല കിഡ്നി ബാധിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ അനിൽകുമാർ, നമ്മൾ സാധാരണ പറയാറുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന്. പക്ഷേ ചിലർക്കൊക്കെ അവർക്ക് പരമ്പരാഗതമായിട്ട് BP ഉള്ളവരുണ്ട്. അതേപോലെ തന്നെ മറ്റ് ചില ഘടകങ്ങൾ മൂലം, ഈ പറയുന്നത് പോലെ തടി, സ്ട്രെസ്, ഉറക്കമില്ലായ്മ, പല കാരണങ്ങൾ മൂലം ഉണ്ടാകുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന രക്തസമ്മർദ്ദത്തെ എത്രത്തോളം നമുക്ക് അകറ്റി നിർത്താൻ പറ്റും? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഇത് സാധാരണയായിട്ട് ജനറ്റിക്കലി ഡിറ്റർമിൻഡാന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ജനറ്റിക്കലി, അതായത് ജീൻസിൽ ഹൈപ്പർ ടെൻഷൻ എഴുതപ്പെട്ട ഒരാൾക്ക് നമ്മളെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് BP പുറത്തു വരിക എന്ന് പറയും. അപ്പോൾ അത് സാധാരണയായിട്ട് നമ്മളെ നാട്ടിലെ വ്യായാമമില്ലായ്മ, പിന്നെ
ഈ ഭക്ഷണത്തിൽ കൂടുതൽ ഉപ്പ് കഴിക്കുക, പിന്നെ പച്ചക്കറികൾ തീരെ കഴിക്കാതിരിക്കുക. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെയാണ് ഈ പ്രഷറിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ, ഇപ്പോൾ കൂടുതൽ പച്ചക്കറികൾ കഴിക്കുക, കൂടുതൽ വ്യായാമം ചെയ്യുക, ഇപ്പോൾ സിഗരറ്റ് വലിയ അങ്ങനത്തെ സംഗതികളൊക്കെ ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് BP വരുന്ന ഏജ് നീട്ടിവെക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 30 വയസ്സിൽ ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ 20 വയസ്സിൽ ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ BP ചിലപ്പം 50 വയസ്സിലേ വരും. നമ്മളിതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പം BP 30 വയസ്സിലേ വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് BP വരുന്നത് കുറച്ചും കൂടി പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. ഡോക്ടർ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉപ്പ് കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞു. BP ഉള്ള ചില ആൾക്കാർ ഈ ഉപ്പിന് വലിയ പേടിയാണ്. കാരണം നമ്മുടെ കുടുംബത്തിലുള്ളവരാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും ഒക്കെ ഉപ്പൊന്ന് തൊടാൻ ചെല്ലുമ്പോഴേ പറയും അയ്യോ BP ആണ്, തൊടാൻ പാടില്ല എന്ന്. അപ്പോൾ പക്ഷേ ഉപ്പ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൊരു ഘടകം കൂടെയാണല്ലോ. അപ്പോൾ ഉപ്പിനോട് അത്ര പേടി വേണോ? ഈ ഉപ്പ് ഏത് രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഹൈപ്പർ ടെൻഷൻ്റെ കാര്യം വരുമ്പോൾ ഉപ്പിനെ നമ്മൾ കുറച്ച് പേടിക്കണം. പക്ഷേ അത് എവിടെ പേടിക്കണം, എവിടെ പേടിക്കേണ്ട എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നതായിരിക്കും നല്ലത്. അതായത് പൊതുവേ ഈ ഹൈപ്പർ ടെൻഷനും ഈ സോഡിയം ക്ലോറൈഡ് അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കറിയുപ്പുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. കാരണം സോഡിയം കൂടുതൽ കഴിക്കുന്നവരിൽ കൂടുതൽ രക്തക്കുഴലുകൾ ചുരുങ്ങാനും അതുപോലെ പ്രഷർ കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൽ ഉപ്പിൻ്റെ ഉപയോഗം കൂടുതലാണ്. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് ഒരു റെക്കമെൻഡഡ് അലവൻസ് എന്ന് പറയുന്നത് 3 ഗ്രാം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷേ നമുക്കറിയാം ചെറുപ്പത്തിൽ മുതൽ തന്നെ നമ്മൾ എന്ത് കഞ്ഞിവെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും അതിൽ ഉപ്പിട്ടാണ് കഴിക്കുക. അപ്പോൾ ആ ഒരു ശീലം ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് ഭക്ഷണവും ഉപ്പില്ലാതെ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിക്കാൻ പറ്റില്ല. ഉപ്പില്ലാത്ത കഞ്ഞി എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും നമുക്ക് ആ രീതിയിൽ നമുക്ക് അങ്ങോട്ട് അത് അഡ്ജസ്റ്റ് ആവില്ല. അതുകൊണ്ട് കുട്ടികളെ അടക്കം നമ്മൾ കുറച്ച് ഹൈ സോൾട്ട്, പിന്നെ ഇപ്പം അതുമാത്രമല്ല ഇപ്പം ഈ എന്താ പറയുക പ്രോസസ്ഡ് ഫുഡ് ഉണ്ടാവും, അതിലൊക്കെ അത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് കുറച്ചും കൂടി ഹൈ സോൾട്ട് കണ്ടൻറ്റ് എപ്പോഴും ഉണ്ടാവും. അപ്പം ഇപ്പം നമ്മുടെ ഭക്ഷണ രീതി തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കടക്കം ആ ഭക്ഷണത്തിൻ്റെ ഒരു ദോഷഫലങ്ങൾ ശരിക്കും അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു കാരണമാണ് ഈ ഹൈപ്പർ ടെൻഷൻ വരാനുള്ളത്. അതേസമയം നമ്മൾ കുറച്ച് പ്രായമായവരിലാണ് ഇതേ ഒരു അവസ്ഥ ഉണ്ടാവും. അതായത് BPയുടെ ട്രീറ്റ്മെൻറ്റ് പ്രായമായവരിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഉപ്പിനെ പറ്റി അവരോട് പറഞ്ഞ് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉപ്പ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ചുറ്റുപാടുമുള്ള ആൾക്കാർ, അതായത് വീട്ടിലെ മറ്റുള്ള അംഗങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് ഉപ്പ് തീരെ കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടാക്കും. അതിൻ്റെ പാർശ്വഫലം എന്താണെന്ന് വെച്ചാൽ ഉപ്പ് കുറഞ്ഞ് ഹൈപ്പോനാട്രീമിയ എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോയി ക്ഷീണം വരിക, അങ്ങനെ സ്ട്രോക്ക് വരിക, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ പൊതുവേ ഞാൻ പേഴ്സണലി കുറച്ച് പ്രായമുള്ള ആൾക്കാരോടാണെങ്കിൽ പറയാറുള്ളത്, നിങ്ങൾ ഉപ്പ് കാര്യമായിട്ട് കുറക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം വേണ്ട ഉപ്പ് കഴിക്കാം. അതായത് ആഡഡ് സാൾട്ട് ഉപയോഗിക്കാതിരിക്കുക. അതായത് ഇപ്പം നമ്മൾ സാധാരണ ഉപ്പ് കുറച്ചുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുക. ചിലർക്ക് ചിലപ്പോൾ തോന്നും ഉപ്പ് പോരാ, അതുകൊണ്ട് ടേബിൾ സോൾട്ട് കുറച്ചും കൂടി ആഡ് ചെയ്യുക എന്നുള്ള ആ ഒരു ശീലം മാറ്റി നിർത്തി വളരെ മിതമായ രീതിയിൽ ഉപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഒരു ജനറേഷൻ നമ്മൾ ഉപ്പ് കുറച്ച് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. നമ്മൾ അടുത്ത ജനറേഷനിൽ കുറച്ചും കൂടി ഉപ്പ് കുറച്ച് പഠിപ്പിക്കുക. നമ്മൾ ചിലപ്പം അത് കൂട്ടിയിട്ടായിരിക്കും ശീലിച്ചിട്ടുണ്ടാകും. പക്ഷേ അവരോട് പറയുക ഉപ്പ് മോശമാണെന്നുള്ള രീതിയിൽ ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ മലയാളിയുടെ ഭക്ഷണശീലങ്ങളിൽ ഉപ്പ് ഒഴിച്ചു കൂട്ടാനാവാത്തതാണ്. അതേപോലെ തന്നെ മലയാളികളുടെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഡോക്ടർ അബ്ദുൾ നവാസിനോടാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഈ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഡീസ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ചെയ്യുന്നു, ഒന്നെങ്കിൽ സിഗരറ്റ് വലിക്കുക അല്ലെങ്കിൽ മദ്യപിക്കുക എന്നുള്ളത്. എനിക്ക് വലിയ സ്ട്രെസ്സാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് മദ്യപിച്ചേക്കാം അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചേക്കാം, അത് കഴിയുമ്പോൾ എന്തോ സ്ട്രെസ് റിലീഫായി എന്ന്. ഇത് ഈ രക്തസമ്മർദ്ദത്തിൽ എത്രത്തോളം വില്ലനാകും? റീസെൻ്റ് ഇപ്പോൾ അടുത്തുള്ള പഠനങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇനീഷ്യലി ആദ്യ കാലഘട്ടങ്ങൾ പറഞ്ഞാൽ ഒരു മിതത്തിലെ മദ്യപാനം BP കുറക്കുന്നതാണ് പറഞ്ഞത്, 1 ounce per day. പക്ഷെ റീസെൻറ്റ് സ്റ്റഡീസൊക്കെ കാണിക്കുന്നത് അതിനോടൊരു പ്രൊട്ടക്ഷൻ ഇല്ല എന്നാണ്. മദ്യപാനം കൊണ്ടുള്ളൊരു BP റെഡ്യൂസ് ആവില്ല. ബെറ്റർ ടു അവോയ്ഡ് ആൽക്കഹോൾ എന്നാണ് പറയുന്നത്. പിന്നെ ഡീസ്ട്രെസ് ചെയ്യാൻ സ്മോക്കിംഗ് അതൊരു ഓപ്ഷനല്ല. ബെറ്റർ ടു അവോയ്ഡ് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് എന്തായാലും ബോഡിക്ക് ഹാനികരം തന്നെയാണ്. കാമായിട്ട് നിൽക്കുന്ന ആൾക്ക്, എപ്പോഴും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് എപ്പോഴും ദർ ഇസ് എ ചാൻസ് BP വരാതിരിക്കാൻ തന്നെ ഒരു സാധ്യത. ഓക്കെ, അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുത്തി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ട്രെയിൻ ചെയ്ത് നമ്മളെ മനസ്സിന് നമ്മൾ തന്നെ വർക്കൊക്കെ നമ്മൾ ഈസിയായി എടുത്ത് പിന്നെ നല്ലപോലെ നല്ല ഭക്ഷണ രീതികളും നല്ലപോലെ സാർ പറഞ്ഞ പോലെ ഒരു 6 to 7 hours ഉറങ്ങി നമ്മൾ ഒരു ഹെൽത്തി ആയി മുമ്പോട്ട് പോവുകയാണെങ്കിൽ BP. അതെ,
നമുക്ക് ഡോക്ടർ അനിൽകുമാറിനോടുകൂടി ചോദിക്കാം സാർ. ഇപ്പോൾ ഈ ഉറക്കത്തിന്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ പണ്ടൊക്കെയുള്ള ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് കൂടുതൽ ജോലികളും പകൽ സമയത്ത് ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ രാത്രിയിലും ചെയ്യേണ്ട പല ജോലികളും വരുന്നുണ്ട്. ഈ ഉറക്കക്കുറവ് എത്രത്തോളം BP കൂട്ടും, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? പലർക്കും അവരുടെ ജോലിയുടെയൊക്കെ സ്വഭാവം അനുസരിച്ച് ഉറക്കമൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഇതുകൂടെ ഉണ്ടല്ലോ. നമ്മളെ ശരീരത്തിന് ഉറക്കം അത്യന്താപേക്ഷിതമാണ്. അത് ആദ്യകാലങ്ങളിലൊക്കെ 6 hours എ ഡേ എന്നാണ് പറയാറ്. ഇപ്പോൾ അത് 7 to 8 എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഇത്രയും ഉറങ്ങിയാൽ മാത്രമേ നമ്മളെ ബ്രെയിനിന് ആഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് കിട്ടൂ, ശരീരത്തിലെ ബാക്കി ഭാഗങ്ങൾക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് കിട്ടൂ, അതിൽ റിപ്പയറിങ് പ്രോസസ്സൊക്കെ ആ സമയത്ത് നടക്കൂ. ഇനി ഈ പ്രശ്നം അതല്ല. ഇപ്പോൾ കുറേ ആളുകൾ നൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അതാണല്ലോ ക്വസ്റ്റൻ്റെ ഒരു ഇത്. അപ്പോൾ അവർക്ക് ശരിക്കും നമ്മളെ ഫിസിയോളജി അനുസരിച്ചിട്ട് ഒരാഴ്ച നൈറ്റ് വർക്ക് ചെയ്ത ഒരാൾക്ക് അത് ശരിയായി വരാൻ വേണ്ടി, ആ സൈക്കിൾ ശരിയാകാൻ വേണ്ടി 2 ആഴ്ച ഡേ ഡ്യൂട്ടി വേണമെന്നാണ്. പക്ഷേ ഇതിപ്പം പല മേഖലകളിലും അങ്ങനെ കാണാറില്ല. പല ഫാക്ടറികളും ഇതൊന്നും ഫോളോ ചെയ്യുന്ന കാണാറില്ല. പണ്ട് നമ്മുടെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തന്നെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ 1 week നൈറ്റ് 2 weeks ഡേ. ഇപ്പോൾ അതൊന്നും ഫോളോ ചെയ്തിട്ട് കാണുന്നില്ല. അത് ശരിക്കും ആൾക്കാരുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഡോക്ടർ വിനു, ഇപ്പോൾ ഈ വർഷത്തെ സന്ദേശം തന്നെ പറയുന്നത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൃത്യമായി അളക്കുക എന്നുള്ളതാണ്. ഡോക്ടർ ഉമേഷൻ പറഞ്ഞു അതൊരു എക്സ്പേർട്ടിന്റെ സാന്നിധ്യത്തിൽ അളക്കുക എന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ബ്ലഡ് പ്രഷർ അളക്കുക എന്ന് പറയുമ്പോൾ പലരും ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ മെഷീൻ വീട്ടിൽ വാങ്ങിച്ച് ഇത് സ്വന്തമായി നോക്കുക എന്നുള്ളതാണ്. ഇതിനെ നമുക്ക് എത്രത്തോളം ആശ്രയിക്കാം? ഇപ്പോൾ വേൾഡ് വൈഡ് റെക്കമെൻഡേഷൻ പറയുന്നത് ഡിജിറ്റൽ മെഷീൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കുറച്ച് എക്സ്പീരിയൻസ് ആയിരിക്കണം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മളിപ്പം കഫ് ടൈ ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡുണ്ട്. നമുക്ക് കഫ് കെട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫിംഗർ പാസ് ചെയ്യാനുള്ള ഒരു ടൈറ്റ്നസ്സേ പാടുള്ളൂ. അപ്പോൾ നല്ലോണം അമർത്തി കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പം BP വേരിയേഷൻസ് ഉണ്ടാവാം, ലൂസായി കഴിഞ്ഞാലും വേരിയേഷൻസ് ഉണ്ടാവാം. അതുപോലെ അപ്പാരറ്റസിൻ്റെ സൈസിലെ വ്യത്യാസങ്ങൾ, ഇപ്പം കഫ് സൈസിലെ വ്യത്യാസങ്ങൾ അനുസരിച്ച്, അതായത് നമ്മൾ വലിയ അപ്പാരറ്റസ് കൊണ്ട് ചെറിയ കുട്ടികളുടെ BP നോക്കുമ്പോഴത്തേക്ക് ഡിഫറൻസ് വരാം. അപ്പം ഏറ്റവും നല്ലത് ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് നോക്കുന്നതാണ് നല്ലത്. ഹെൽത്ത് പ്രൊവൈഡറെ കൊണ്ടോ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കറെ കൊണ്ടോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബേസ് ലൈൻ റീഡിങ് ഇടയ്ക്ക് അങ്ങനെ എടുക്കുന്നതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 6 months അല്ലെങ്കിൽ വൺസ് ഇൻ എ ഇയർ ഒരു BP ചെക്കപ്പ് ചെയ്യുന്നതായിരിക്കാം നല്ലത്. മുമ്പൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറയുന്ന മെർക്കുറി അപ്പാരറ്റസ് ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഈ പരിസര മലിനീകരണം വരുന്നത് കൊണ്ട് മെർക്കുറി പൊതുവേ കുറഞ്ഞു വരികയാണ് ഇപ്പോൾ. അപ്പം അതിന് പകരമായിട്ട് ന്യൂമാറ്റിക് അപ്പാരറ്റസ് വരുന്നുണ്ട്, പിന്നെ ഡിജിറ്റൽ വരുന്നുണ്ട്, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. ഡിജിറ്റലാണ് ഇപ്പോൾ പൊതുവേ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ അക്യുറസി നമ്മൾ എടുക്കുന്ന ആൾ ഇതിനനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പം ഒരാളുടെ ബേസ് ലൈൻ BP അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫോളോ അപ്പ് റീഡിങ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഫസ്റ്റ് റീഡിംഗ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് പ്രൊവൈഡറുടെ അടുത്ത് പോയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു സാധാരണക്കാരൻ്റെയും ജീവിതത്തിലുള്ള സംശയങ്ങൾക്ക് വളരെ ലളിതമായ എക്സാമ്പിളിലൂടെ ഒക്കെ നിങ്ങൾ മറുപടി പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. പ്രേക്ഷകരോടാണെങ്കിലും പറയാനുള്ളത്, ചെറിയ ചില മാറ്റങ്ങളിലൂടെ നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ സാധിക്കും. നമ്മുടെ കൂടെയുള്ളവർക്കൊന്നും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ സന്തോഷമായി നമുക്ക് ജീവിച്ചു പോകാൻ ആവും. അതുകൊണ്ട് ഈ ലോക രക്തസമ്മർദ്ദ ദിനത്തിൽ നമുക്കൊക്കെ ഒരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതശൈലിയിൽ ചില ചെറിയ മാറ്റങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമായി ആസ്വദിച്ച് ജീവിക്കാം. നമസ്കാരം.